നേപ്പാളിലെ കലാപങ്ങൾക്ക് പിൻപിൽ ആരാണ്? അത് അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഇവാഞ്ചലിസ്റ്റുകളാണോ? പ്രത്യക്ഷത്തിൽ സോഷ്യൽ മീഡിയ നിരോധിച്ചപ്പോൾ അതിൽ പ്രതിഷേധിച്ച് തെരുവിലിറങ്ങിയ ജെൻസി വിഭാഗത്തിൽപ്പെട്ട യുവജനങ്ങളും വിദ്യാർത്ഥികളും കലാപത്തിലേക്ക് വഴിമാറിയതാണ് നേപ്പാളിൽ നമ്മൾ കണ്ടത്. അഴിമതി, രാഷ്ട്രീയ നേതാക്കളുടെ സ്വജനപക്ഷപാതം, തൊഴിലില്ലായ്മ, ഇങ്ങനെ നിരവധി വിഷയങ്ങളാണ് ഈ കലാപത്തിന് അടിസ്ഥാനമായി യുവജനങ്ങളെ പ്രകോപിപ്പിച്ചത്. പെട്ടെന്നുണ്ടായ സോഷ്യൽ മീഡിയ വിലക്ക് ഇതിനൊരു കാരണമായി എന്ന് മാത്രമേ ഉള്ളൂ. ഈ കലാപങ്ങൾ അമേരിക്ക സ്പോൺസർ ചെയ്തിരിക്കുന്നതാണെന്നും അമേരിക്കയിലെ ഇവാഞ്ചലിക്കൽ പ്രസ്ഥാനങ്ങളാണ് ഇതിന് പിന്നിലെന്നും വ്യാപകമായൊരു പ്രചരണം നടക്കുന്നുണ്ട്. പ്രധാനമായും ഇന്ത്യയിലെ സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളാണ് ഈ പ്രചരണം വ്യാപകമായി നടത്തുന്നത്. ഇന്ത്യയിലേതിന് സമാനമായ ഹിന്ദു തീവ്രവാദം നേപ്പാളിലുമുണ്ട്. പ്രധാനമായും ഇന്ത്യയിൽ നിന്നുള്ള തീവ്ര ഹിന്ദു ദേശീയവാദികളാണ് നേപ്പാളിലും ഇതേ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേപ്പാളിൽ രാജഭരണം മടക്കിക്കൊണ്ടുവരുവാനും പഴയതുപോലെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുവാനും ആഗ്രഹിക്കുന്ന ഈ കൂട്ടർ സമീപകാലത്ത് രാജഭരണം തിരികെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയൊരു പ്രക്ഷോഭം തന്നെ സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ജെൻസി കലാപങ്ങൾ ക്രിസ്ത്യാനിയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള, അല്ലെങ്കിൽ ഇവാഞ്ചലിസ്റ്റുകളുടെ തലയിൽ കെട്ടിവെക്കുവാനുള്ള ഇന്ത്യയിലെ ഹിന്ദു തീവ്രവാദികളുടെ ശ്രമങ്ങൾക്ക് പിന്നിൽ വലിയൊരു ഗൂഢാലോചന ഉണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ പ്രചരണങ്ങളിലൂടെ ലോകത്തിൽ തന്നെ അതിവേഗം വളർച്ച നേടിക്കൊണ്ടിരിക്കുന്ന നേപ്പാളിലെ ക്രിസ്തീയ സമൂഹത്തെ തളർത്തുവാനുള്ള ബോധപൂർവമായ പരിശ്രമമാണ് നടക്കുന്നത്. നേപ്പാളുമായി ബന്ധപ്പെട്ട ഉത്തരേന്ത്യൻ മേഖലയിൽ മാത്രമല്ല, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും ഈ നിലയിലുള്ള വ്യാപകമായ പ്രചരണം നടക്കുന്നുണ്ട്. അതിന് ശ്രമിക്കുന്ന ഓൺലൈൻ ചാനലുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ABC മലയാളം. അവർ നേപ്പാളുമായി ബന്ധപ്പെട്ട് പല വാർത്തകൾ ഇതിനകം ചെയ്തു കഴിഞ്ഞു. എല്ലാറ്റിലും തന്നെ ക്രിസ്ത്യാനികൾക്കെതിരെ ആശയപ്രചരണമാണ് നടത്തുന്നത്. അതിൻ്റെ ഒന്നിൻ്റെ ടൈറ്റിൽ നേപ്പാളിലേത് US ഇവാഞ്ചലിസ്റ്റ് കലാപം എന്നാണ്. ലോകത്തിൽ ഒരിടത്തും കലാപം നടത്തുകയോ ആക്രമണം പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യാത്ത സമൂഹമാണ് സുവിശേഷകർ. അവർ നേപ്പാളിൽ കലാപം നടത്തിയെന്ന് യാതൊരുവിധ തെളിവുമില്ലാതെ വിളിച്ചു പറയുകയാണ് ABC ന്യൂസ്. അതിൻ്റെ പിന്നിൽ അവരെ പ്രേരിപ്പിക്കുന്ന ഭീതി നമ്മൾ കാണാതെ പോകരുത്. ഒരു കാലത്ത് ലോകത്തിലെ ഏക ഹിന്ദു രാജ്യമായിരുന്ന നേപ്പാളിൽ ഇന്ന് 15 ലക്ഷത്തിലധികം ക്രിസ്ത്യാനികളുണ്ട്. വെറും 3 പതിറ്റാണ്ട് കൊണ്ടാണ് അവിടെ ക്രിസ്തു മതം ഈ നിലയിൽ വളർന്നത്. ഇന്ന് ലോകത്ത് തന്നെ അതിവേഗം വളരുന്ന ക്രൈസ്തവ സമൂഹങ്ങളിൽ ഒന്ന് നേപ്പാളിലേതാണ്. നേപ്പാളിൽ ഈ നിലയിൽ ക്രൈസ്തവ വിശ്വാസം ശക്തി പ്രാപിച്ചാൽ നേപ്പാളിലെ ജനസംഖ്യയിൽ നല്ലൊരു പങ്ക് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് പോകും എന്നുള്ള ഭീതിയിൽ നിന്നാണ് ഇത്തരം ദുരാരോപണങ്ങൾ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക. ഇവാഞ്ചലിസ്റ്റുകൾ അമേരിക്കയ്ക്ക് വേണ്ടി ചാരപ്പണി ചെയ്യുകയാണെന്നും അതേ വീഡിയോയിൽ അവർ ആരോപിക്കുന്നുണ്ട്. സുനിൽ വടയാറിൻ്റെ ഈ വീഡിയോയിൽ ജെൻസി തലമുറയെ സ്വാധീനിച്ച സുദാൻ ഗുരാങ് എന്ന നേപ്പാളി നേതാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇയാൾ ആക്രമണത്തിന് ആഹ്വാനം ചെയ്തു, പെട്രോൾ ബോംബ് ഉണ്ടാക്കാൻ പരിശീലനം നൽകി എന്നൊക്കെയാണ് സുനിൽ പറയുന്നത്. ഈ ഗുരാങ് ക്രിസ്ത്യാനിയൊന്നുമല്ല. പക്ഷേ ഇവാഞ്ചലിസ്റ്റ് കലാപം എന്ന് ടൈറ്റിൽ നൽകിയ ശേഷം ഗുരാങ് ബോംബ് ഉണ്ടാക്കാൻ പരിശീലിപ്പിക്കുന്ന കഥ പറയുമ്പോൾ അത് ഇവാഞ്ചലിസ്റ്റുകളുടെ തലയിൽ ഇരിക്കുന്നെങ്കിൽ ഇരിക്കട്ടെ എന്ന അതിബുദ്ധിയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതുപോലെ മറ്റൊരു ആരോപണമാണ് ബംഗ്ലാദേശ്, മ്യാൻമർ, നേപ്പാൾ, ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങൾ, ഇവിടുന്നെല്ലാം കുറേ ഭൂമി എടുത്തിട്ട് അവിടെ അമേരിക്ക ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇത് കുറേ കാലമായിട്ടുള്ള ഒരു കോൺസ്പിറസി തിയറിയാണ്. ഈ വീഡിയോയിലും അത് തന്നെ പറഞ്ഞു വെക്കുന്നു. അമേരിക്കയ്ക്ക് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറം ഒരു രാജ്യത്തുമുള്ള ക്രിസ്ത്യാനിക്ക് വേണ്ടി ഇന്ന് വരെ അവർ ഒന്നും ചെയ്തിട്ടില്ല. അവർ ഇവിടെ വന്ന് ഒരു ക്രിസ്ത്യൻ രാജ്യം സ്ഥാപിക്കും എന്നതുപോലുള്ള വിഡ്ഢിത്തങ്ങളാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ നേപ്പാളിലെ കലാപങ്ങൾക്ക് ഊർജം പകർന്ന നിരവധി പേരുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൽ പ്രധാനപ്പെട്ട ആളാണ് കാഠ്മണ്ഡു മെട്രോപൊളിറ്റൻ സിറ്റിയുടെ മേയറായ ബാലേന്ദ്ര ഷാ. ടൈം മാഗസിൻ പ്രോമിസിംഗ് യൂത്ത് ലീഡേഴ്സിനെ തിരഞ്ഞെടുത്ത കൂട്ടത്തിൽ ലോകത്തിലെ പ്രമുഖരായ 100 പേരിൽ ഒരാളായി ബാലൻ ഷായെയും ഉൾപ്പെടുത്തിയിരുന്നു. മാത്രവുമല്ല,
ഇപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് യുവാക്കൾ നിർദ്ദേശിക്കുന്ന പേരുകളിലൊന്നും ഈ ബാലൻ ഷായുടേതാണ്. ഇദ്ദേഹം ഒരു ക്രിപ്റ്റോ ക്രിസ്ത്യൻ ആണെന്നാണ് ABC മലയാളം പറയുന്നത്. ക്രിപ്റ്റോ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ രഹസ്യ ക്രിസ്ത്യാനി എന്നാണ് വിശാലമായ അർത്ഥത്തിൽ നമുക്ക് പറയാവുന്നത്. അതായത് വിശ്വാസപരമായി ക്രിസ്ത്യാനിത്വം സ്വീകരിച്ചെങ്കിലും പഴയ പേരും സംസ്കാരവും എല്ലാം നിലനിർത്തുന്നവരെയാണ് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ബലേൻ ഷാ ഒരു ക്രിപ്റ്റോ ക്രിസ്ത്യൻ ആണെന്ന് ഇവർ പറഞ്ഞു വെക്കുകയാണ്. സത്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ഇത് ശുദ്ധ വിവരക്കേടാണ് എന്ന് നമുക്ക് മനസ്സിലാകും. കാഠ്മണ്ഡു മെട്രോപൊളിറ്റൻ സിറ്റിയുടെ മേയറായ ഇദ്ദേഹം ഈ ജൻസി പ്രതിഷേധങ്ങൾക്ക് ഊർജം പകർന്ന വ്യക്തികളിൽ ഒരാളാണ്. അദ്ദേഹം അതിനെ പിന്തുണച്ചു. യുവാക്കൾ അദ്ദേഹത്തെ ഇടക്കാല പ്രധാനമന്ത്രിയാക്കണമെന്ന് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. 1990 ഏപ്രിൽ 27 കാഠ്മണ്ഡുവിലെ നരദേവിയിൽ ജനിച്ച ഷാ ഒരു ബുദ്ധമത കുടുംബത്തിലാണ് ജനിച്ചത്. ബുദ്ധമതത്തിലെ മദേശി മൈഥിലി ബുദ്ധ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. നേപ്പാളിൽ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ശേഷം ഇന്ത്യയിൽ വന്നാണ് അദ്ദേഹം തൻ്റെ തുടർ പഠനം നടത്തിയത്. കർണാടകയിലെ വിശ്വേശ്വരയ്യ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ അദ്ദേഹം മാസ്റ്റേഴ്സ് നേടി. ഇതിനേക്കാളെല്ലാം പ്രധാനം ഇദ്ദേഹം ഒരു റാപ്പറാണെന്നതാണ്. നമ്മുടെ വേടനെ പോലെയൊക്കെ ഉള്ള ഒരു റാപ്പർ. സാമൂഹ്യ പ്രശ്നങ്ങൾ, അഴിമതി തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് പ്രാദേശികമായി ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്ന ഗാനങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. നേപ്പാളി ഹിപ് ഹോപ്പ് രംഗത്ത് അതിപ്രശസ്തനാണിത് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ 2022 സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കാഠ്മണ്ഡു മേയറായി മത്സരിക്കുകയും അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ അഴിമതി വിരുദ്ധ നിലപാടുകൾ, നഗരവികസനം, മാലിന്യ നിർമ്മാർജ്ജനം ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചതുകൊണ്ട് അദ്ദേഹത്തെ ലീഡറായി തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ഹെൽത്ത് പ്രൊഫഷണലായ സബീന കഫ്ലെയാണ്. അവരൊരു ഹിന്ദു വിശ്വാസിയുമാണ്. ഇദ്ദേഹം ബുദ്ധമതക്കാരനുമാണ്. പക്ഷേ ഇവിടെ ABC ന്യൂസ് പറയുകയാണ് ഇദ്ദേഹം ക്രിപ്റ്റോ ക്രിസ്ത്യൻ ആണെന്ന്. അദ്ദേഹത്തിൻ്റെ മതവിശ്വാസത്തെക്കുറിച്ച് നമ്മൾ എവിടെ പരിശോധിച്ചാലും ലഭിക്കുന്നത് അദ്ദേഹം ബുദ്ധമത വിശ്വാസിയാണെന്നാണ്. വിക്കിപീഡിയയിലും മറ്റ് ഔദ്യോഗിക ഹാൻഡിലുകളിലെല്ലാം നമുക്ക് അങ്ങനെയാണ് കാണുവാൻ സാധിക്കുന്നത്. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല, ആരും അങ്ങനെ അവകാശപ്പെടുന്നുമില്ല. എന്നാൽ ഇന്ത്യയിലെ പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഇപ്പോൾ പറയുന്നു അദ്ദേഹം ക്രിസ്ത്യാനിയാണെന്ന്. അത് പ്രചരിപ്പിക്കുന്നതും പറയുന്നതുമെല്ലാം ഈ ഹൈന്ദവ തീവ്ര നിലപാടുകളുള്ള ചാനലുകളോ അല്ലെങ്കിൽ യൂട്യൂബേഴ്സോ ഒക്കെയാണ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്. ഇനിയും അമേരിക്കൻ ഇവാഞ്ചലിക്കൽ പ്രസ്ഥാനങ്ങളുമായി ഇദ്ദേഹത്തിന് ബന്ധമുണ്ടെന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. അമേരിക്കൻ ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പുകളുമായി ബലൻ ഷായ്ക്ക് ബന്ധമുണ്ടെന്നതിന് യാതൊരുവിധ തെളിവുകളും ഇതുവരെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ തെറ്റായ വിവരങ്ങൾ ജനങ്ങളുടെ തലയിലേക്ക് ഇട്ടുകൊടുത്ത് അവരെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന പദ്ധതികളാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ ഈ ഹൈന്ദവ തീവ്രവാദ ഗ്രൂപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, ദീർഘകാലം അടച്ച് ഉറപ്പാക്കിയിരുന്ന നേപ്പാളിൽ 1990 ശേഷം ക്രൈസ്തവ വിശ്വാസത്തിന് വ്യാപകമായ ഒരു അംഗീകാരം ഉണ്ടായിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ടെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഒന്നാമത്തെ കാര്യം വ്യാപകമായി നടക്കുന്ന സുവിശേഷവൽക്കരണമാണ്. അത് യാഥാർത്ഥ്യമാണ്, അത് നടക്കുന്നുണ്ട്. അത് പ്രധാനമായും നടക്കുന്നത് ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നൊക്കെയാണ് സുവിശേഷകർ അവിടേക്ക് എത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ സ്വാതന്ത്ര്യത്തോടുകൂടി അവിടെ പോയി സുവിശേഷം അറിയിക്കുവാൻ ധാരാളം ആളുകൾ തയ്യാറാകുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, നേപ്പാളികൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വിവിധ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവരാണ്. അവിടങ്ങളിൽ ചെന്ന് അവർ ജോലി ചെയ്യുന്നതിനിടയിൽ പലരും ക്രിസ്ത്യാനികളായി. അങ്ങനെ ക്രിസ്ത്യാനികളായ പലരും തിരിച്ച് തങ്ങളുടെ രാജ്യത്തിലേക്ക് വരികയും അവിടെ സുവിശേഷം അറിയിക്കുന്നവരായി മാറുകയും ചെയ്തു. ഇങ്ങനെ പല കാരണങ്ങളാലാണ് അവിടെ സുവിശേഷം വ്യാപകമായതും ആളുകൾ സുവിശേഷത്തിലേക്ക് ആകർഷിക്കപ്പെട്ടതും. അതുകൊണ്ട് തന്നെ നേപ്പാളിൻ്റെ ഭാവി എന്ന് പറയുന്നത് ഭരണം ഏതു തന്നെ ആയിരുന്നാലും എന്തൊക്കെ അവിടെ സംഭവിച്ചാലും അത് സുവിശേഷവുമായി ബന്ധപ്പെട്ടും ക്രിസ്ത്യാനിറ്റിയുടെ വളർച്ചയ്ക്ക് മുഖാന്തരമാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവാഞ്ചലിസ്റ്റുകൾ, സുവിശേഷകർ ലോകത്തിൽ ഒരിടത്തും കലാപത്തിന് ആഹ്വാനം ചെയ്യാറില്ല, കലാപം നടത്താറില്ല, യാതൊരുവിധ ആക്രമണങ്ങളിലേക്കും അവർ തിരിയാറില്ല. യേശുവിൻ്റെ സുവിശേഷം പറയുക എന്നുള്ളതിനപ്പുറം
മറ്റ് ഒരു പ്രവർത്തികളിലും വ്യാപൃതരാകാതെ മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഇവാഞ്ചലിസ്റ്റുകൾ എന്ന് പറയുന്നത്. യേശു പറഞ്ഞത് നിന്റെ ഒരു ചെവിട്ടത്ത് അടിക്കുന്നവനും മറു ചെവിട് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ആ സന്ദേശം ശിരസാവഹിക്കുന്നവർ ഒരിക്കലും ആരെയും അക്രമത്തിന് പ്രേരിപ്പിക്കുകയില്ല. നേപ്പാളിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അഴിമതിക്കെതിരെയുള്ള, സ്വജനപക്ഷപാതത്തിനെതിരെയുള്ള ശക്തമായ യുവജനങ്ങളുടെ ഇടപെടലാണ്. അതിനെ വക്രീകരിച്ച് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് ഒരു നേട്ടവും ഉണ്ടാകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇവരെപ്പോഴാണ് തിരിച്ചറിയുക എന്ന് നമുക്കറിയത്തില്ല. ഏതായാലും കാത്തിരുന്ന് കാണാം എന്താണ് നേപ്പാളിൽ സംഭവിക്കുവാൻ പോകുന്നതെന്ന്.